ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് സന്തോഷമായിട്ടിരിക്കുകയാണോ? അപ്പോൾ ഞാനിവിടെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. ഹാപ്പി എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിനേക്കാളും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോയും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു വീഡിയോ ആണ്. കാരണം ഞാനൊരു ഫേസ് പാക്ക് ട്രൈ ചെയ്തു. അപ്പം അത് ഒരു 7 ദിവസത്തേക്ക് ട്രൈ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് ഓരോന്നോരോന്നും നിങ്ങളെ കാണിക്കണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ അതിൻ്റെ റിസൾട്ട് അമേസിങ് റിസൾട്ട് ആയതുകൊണ്ട് എനിക്ക് 7 ദിവസം വരെ ഒന്നും വെക്കാൻ പറ്റില്ല. ഞാനൊരു 6 ദിവസം കഷ്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ടുമായിട്ടാണ് വന്നേക്കുന്നത്. നിങ്ങളെൻ്റെ ഫേസ് നോക്ക്, നല്ല ഗ്ലോ ആയിട്ടുണ്ട്. ഞാൻ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല. ഞാൻ മേക്കപ്പ് ഇടുന്ന ഒരാളും അല്ല. അപ്പം ഇനി ഞാൻ ഇടത്തില്ല എന്നല്ല, ഞാൻ ഇതുവരെയായിട്ട് ഞാൻ അങ്ങനെ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പം ഇനി ചിലപ്പോൾ ചെയ്യാം. പക്ഷെ ഇപ്പം ഞാൻ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ലാണ്ട് എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുള്ളതല്ലേ. നിങ്ങൾക്ക് നോക്കാമെങ്കിൽ കാണാം. അതിനകത്തിൽ കൂടുതൽ ഞാൻ ടാൽക്കം പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഇന്ന് ഞാൻ ടാൽക്കം പൗഡർ പോലും ഞാൻ യൂസ് ചെയ്തില്ല. കാരണം എൻ്റെ റിസൾട്ട് അത്രയ്ക്ക് സൂപ്പർ റിസൾട്ടാണ്. അപ്പോൾ നമുക്ക് വെച്ച് താമസിപ്പിക്കേണ്ട വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമതേ എൻ്റെ വീഡിയോക്ക് നല്ല ലെങ്ത് ആണെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ഇന്നത്തെ വീഡിയോക്ക് ഇച്ചിരി ലെങ്ത് കൂടുതലായിരിക്കും. എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. അപ്പം നമുക്ക് താമസിപ്പിക്കേണ്ട ഇനി വീഡിയോയിലേക്ക് കിടക്കാം. അതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. കാരണം എൻ്റെ ഈ വീഡിയോ, എൻ്റെ ഈ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തുന്നത്. എൻ്റെ പേര് രേഷ്മ. ഞാൻ ഈ യൂട്യൂബ് ചാനൽ ഇടുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെതായ രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു പാചക രീതികളും പിന്നെ ഞാൻ ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ടുകൾ കിട്ടിയിട്ടുള്ള നല്ല കുഞ്ഞു ബ്യൂട്ടി ടിപ്പുകളും ഒക്കെയാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേരാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ തൊട്ടടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതുകൂടി ഒന്ന് എനേബിൾ ചെയ്തേരെ. കാരണം ഞാൻ കറക്റ്റ് 12:30 ആകുമ്പോൾ വീഡിയോ എന്നും ഇടാറുള്ള ഒരാളാണ്. അപ്പം നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോ പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് വെച്ച് താമസിപ്പിക്കേണ്ട, വീഡിയോ കണ്ടിട്ട് വരാം. നമ്മുടെ ഈ ഫേസ് പാക്കിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഉഴുന്ന് എടുത്തിട്ടുണ്ട്, ഓട്സ് എടുത്തിട്ടുണ്ട്, ചെറുപയർ എടുത്തിട്ടുണ്ട്. ഇത്രയും കൂടി നന്നായിട്ട് നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. നല്ല ഫൈനായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടും. പിന്നെ അതിലേക്ക് ഞാൻ ചേർത്തേക്കുന്നത് പച്ചപ്പാലാണ്. പാൽ അലർജി ഉള്ളവർ പാൽ സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ളത് ചേർക്കുക. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പം ഒരു 10 മിനിറ്റ് വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ യഥാർത്ഥ കൺസിസ്റ്റൻസി ആകും. അപ്പോൾ നമുക്കിത് ഒരു ഐസ് ട്രേക്കകത്തോട്ട് മാറ്റി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കട്ടിയായി കഴിയുമ്പോൾ ഓരോ ദിവസവും നമുക്കിങ്ങനെ എടുത്ത് യൂസ് ചെയ്യാം. ഇത് സൂപ്പർ റിസൾട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് കമൻറ്റിൽ കൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടല്ലോ ആ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കുന്നതൊക്കെ എങ്ങനെയാണെന്നും ഞാൻ അതിൻ്റെ ഒരു യൂസേജും കാര്യങ്ങളും എല്ലാം ഓരോ ദിവസത്തെ നിങ്ങളെ കാണിച്ച് നിങ്ങൾ കണ്ടല്ലോ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാനതിൽ മിക്സ് ചെയ്തേക്കുന്നത് പാലാണ്. പാൽ അലർജി ആയിട്ടുള്ളവർ പാൽ സ്കിപ്പ് ചെയ്യുക. നിങ്ങളുടെ ഫേസിന്, നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ളത് എന്താണോ അത് നിങ്ങൾക്ക് മിക്സ് ചെയ്ത് നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം. എന്നും മിക്സ് ചെയ്യാൻ നിൽക്കേണ്ട. ഇതേപോലെ മിക്സ് ചെയ്ത് നമുക്കിങ്ങനെ ഐസ് ട്രെയിനകത്താക്കി വെക്കാമെന്നുണ്ടെങ്കിൽ ഓരോ ക്യൂബ് വീതം എടുത്ത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. സൂപ്പർ റിസൾട്ടാണ്. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിൽ അപ്പുറത്തുള്ള റിസൾട്ടാണ്. ഇനി എനിക്ക് കുറച്ചും കൂടി ഉണ്ടാക്കണം. ഞാൻ ഉണ്ടാക്കി അവിടെ വെച്ചിട്ടുണ്ട്. ഇനി എനിക്ക് വീണ്ടും ചെയ്യണം. എനിക്കിത് ഇഷ്ടപ്പെട്ടൊരു പാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് കമൻറ്റിൽ കൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും ഇതേപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റ, താങ്ക് യു.